ചേട്ടാ, ഇനി മുതൽ മാധ്യമങ്ങളെ കാണുന്നത് ഗോവിന്ദൻ മാസ്റ്റർ അല്ല, പകരം ജോലി എം സ്വരാജിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ഒരു ചുവടുമാറ്റത്തിന്റെ കാര്യമെന്ന് ചോദിച്ചാൽ പറയുന്നത്, ഇപ്പോൾ സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ പ്രചരണത്തിനും അതേപോലെ തുടർ ഭരണത്തിന്റെ ആ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുള്ളത് ഗോവിന്ദൻ മാസ്റ്ററെയാണ്. അതുകൊണ്ട് തന്നെ വാർത്താ സമ്മേളനങ്ങളിലേക്ക് ഇനി വരാനുള്ള ഒരു സമയമില്ലാത്തത് കൊണ്ടാണ് ഗോവിന്ദൻ മാസ്റ്ററിന്റെ ഈ ചുവടുമാറ്റവും എം സ്വരാജിന്റെ ഒരു വരവും. ശരിക്കും ആ ഒരു നിലപാട് ഇതുകൊണ്ട് മാത്രമാണോ എടുക്കുന്നത്? അല്ല, ഗോവിന്ദൻ മാസ്റ്ററെ ഇലക്ഷൻ പ്രചരണത്തിന്റെ കാര്യങ്ങൾ നോക്കാനായി ഏൽപ്പിച്ചു എന്നാണ് ഭാഷ്യമെങ്കിലും ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനങ്ങളിൽ അതിരുവിട്ടു പോകുന്നുണ്ട്. വാചകങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഒക്കെ പാർട്ടിക്കാർ വളരെയധികം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതായത് ജി സുധാകരൻ എന്ന് പറയുന്ന ആലപ്പുഴയിലെ ഒരു വേള കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന നേതാവ് പാർട്ടി വിട്ടു പോകുന്നതിനൊരു കാരണം പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക്, അതായത് വളരെ സീരിയസ് ആയ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ നമ്മൾ നാടൻ ഭാഷയിൽ ഇളിച്ചുകൊണ്ട് ചുമ്മാ മറുപടി പറഞ്ഞുകൊണ്ട് ഒരു സീരിയസ് ഇല്ലാത്ത അപ്രോച്ചാണ് ഗോവിന്ദന് ഇതുവരെ അദ്ദേഹം പറയുന്നത് ചിലപ്പോൾ കണ്ണൂർ ഒരു സ്റ്റൈലായിരിക്കാം. പണ്ട് നായനാരും ഒക്കെ തമാശ പറയുകയും എന്നാൽ ഇടയ്ക്ക് കാര്യം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് വെറുതെ ഇങ്ങനെ ഒരു പറയുന്ന കാര്യത്തിന്റെ വില നശിപ്പിച്ച ഒരു പാർട്ടി സെക്രട്ടറി എന്ന് പറയുമ്പോൾ പാർട്ടി സെക്രട്ടറി പദത്തിൽ പിണറായി വിജയൻ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതിനുമുമ്പ് VS ഇരുന്നത് നമുക്കറിയാം. അങ്ങനെ പ്രമുഖരായ പലരും ഇരുന്ന ഒരു സീറ്റാണ്. അപ്പൊ ഇപ്പോൾ രണ്ടാമത് അദ്ദേഹം കേട്ടിരിക്കുന്ന ഒരു അലിഗേഷൻ, തളിപ്പറമ്പിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിനാ അദ്ദേഹത്തിന്റെ ഭാര്യയെ മത്സരിപ്പിക്കണം? കണ്ണൂർ എന്ന് പറയുന്ന പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രത്തിൽ ഇത്തരത്തിൽ ഒരു വിഷയം ഉണ്ടാവുക പാർട്ടിയുടെ അടിത്തറ ഇളകിയിരിക്കുകയാണ്. കാര്യം ഒരിക്കലും, അതായത് പാർട്ടി വോട്ട് കൊണ്ട് മാത്രം ജയിക്കുന്ന മണ്ഡലങ്ങളിലാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ MV ഗോവിന്ദനെ ഒരു ചെറിയ തടയിടാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത് തന്നെയാണ്. അത് മാത്രമല്ല, MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുമ്പോൾ മാധ്യമങ്ങൾ തടപ്പറമ്പിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. PK ശ്യാമളയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ശ്യാമളയ്ക്കെതിരെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ ഉള്ളത് കൊണ്ടാണ് തൽക്കാലം പ്രചരണ പരിപാടികൾക്കും ബാക്കിയുള്ള ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം, തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ മാത്രം ഗോവിന്ദൻ മാസ്റ്റർ നോക്കിയാൽ മതി. എം സ്വരാജ് മാധ്യമങ്ങളെ കണ്ടേ, എം സ്വരാജിന് എന്തായാലും സീറ്റില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടോട്ടെ, അതാകുമ്പോൾ വലിയ പ്രശ്നമില്ലല്ലോ. എഴുതി തയ്യാറാക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ടുള്ള മറുപടി. ഇപ്പൊ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, CM എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുന്നത് കൊണ്ടാണ് പാർട്ടി സെക്രട്ടറി കാണാത്ത ഒരു നിലപാടെന്ന് പറയുന്നത്. CM എന്തിനു വേണ്ടിയിട്ടാണ് ഈ മാധ്യമങ്ങളെ കണ്ടതെന്നുള്ളത് നമുക്ക് 2-3 ദിവസം കൊണ്ട് അറിയാവുന്നൊരു കാര്യമാണ്. കാരണം കൃത്യമായിട്ട് ഒരു അലിഗേഷൻ വരിക അല്ലെങ്കിൽ പ്രതിച്ഛായ നശിച്ചു പോവുക എന്നൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ PR ഏജൻസികൾ പറയും, ഇന്നൊരു മാധ്യമ പ്രസ് മീറ്റ് നമുക്ക് അറേഞ്ച് ചെയ്യാം, മാധ്യമങ്ങളെ കണ്ടിട്ട് കൃത്യമായി അതിനുള്ള നിലപാട് അറിയിക്കുക, മറുപടി അറിയിക്കുക, എന്നിട്ട് അതിനോട് പ്രതികരിച്ചു എന്നൊരു നിലപാടാക്കി മാറ്റുക. ഇതാണ് കുറച്ച് ദിവസം കൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുള്ള ദിവസവും CM മാധ്യമങ്ങളെ കാണുന്നുണ്ടെന്ന് പറഞ്ഞ വാർത്താ സമ്മേളനം. അതിന്റെ അപ്പുറത്തേക്കും ഗോവിന്ദൻ മാസ്റ്റർ വന്നിരിക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉത്തരം പറയാതെ ഇറങ്ങി പോകാൻ പറ്റില്ല. അതാണ് സത്യാവസ്ഥ. അല്ല, ഇതില് ഇപ്പോ അതിരെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, CMന്റെ പത്രസമ്മേളനം എന്ന് പറയുന്ന ഓരോ ദിവസത്തെ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കത്തക്ക രീതിയിലാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കാലമാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്തിൽ ഒരു അജണ്ട സെറ്റ് ചെയ്യണം. ഒരു ദിവസം ഒരു അജണ്ട, അല്ലെങ്കിൽ കുറച്ച് ദിവസമെങ്കിലും അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അതുമായി ബന്ധപ്പെട്ട വിവാദം ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അജണ്ട സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് PR പറഞ്ഞു കൊടുക്കുന്ന പോലെ ഓരോ ദിവസം പത്രസമ്മേളനം നടത്തുക. പക്ഷെ അതെല്ലാം തെറ്റിപ്പോവുകയാണ്. അദ്ദേഹത്തിന്റെ ഈ അജണ്ട സെറ്റ് ചെയ്യൽ തന്നെ പരാജയമായിട്ട് വരിക. അദ്ദേഹം സെറ്റ് ചെയ്യുന്ന അജണ്ടയ്ക്ക് വിരുദ്ധമായി മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോഴാണ് അദ്ദേഹം അതെല്ലാം തട്ടിക്കളഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നത്. നമ്മളിവിടെ MV ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ കാര്യവും അദ്ദേഹത്തിൻ്റെ മറുപടിയും ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ, നിലപാടുകളൊക്കെ പാർട്ടിക്ക് ചേരാത്ത രീതിയിൽ, ഒരിക്കലും തിരഞ്ഞെടുപ്പ് കാലത്ത് പറയാൻ പറ്റാത്ത രീതിയിലാകുമ്പോൾ ഇപ്പോൾ M സ്വരാജിനെ മത്സരിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇത് പാർട്ടിയുടെ ഒരു ദീർഘവീക്ഷണമാണോ ഇല്ലയോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഗോവിന്ദനെ ചിലപ്പോൾ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് സ്വരാജിനെ പോലെ ഒരു യുവ നേതാവിനെ പാർട്ടി സെക്രട്ടറി ആയിക്കൂടെന്ന് ആര് കണ്ടു? കാര്യം M സ്വരാജിനെ ഇപ്പോൾ ഇലക്ഷന് മത്സരിപ്പിക്കുന്നില്ലല്ലോ. M സ്വരാജിന് സീറ്റ് കൊടുത്തില്ലല്ലോ. സ്വരാജിനെ പോലെ ദേശാഭിമാനി എക്സിക്യൂട്ടീവ് എഡിറ്റർ വരെ ആയിരുന്ന, ചീഫ് എഡിറ്റർ വരെ ആയിരുന്ന ആളാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ഈ സമകാലികമായി മാധ്യമങ്ങളോട്, പത്രങ്ങളോട് കൈകാര്യം ചെയ്യാൻ അറിയാം. പാർട്ടിയെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ തലമുതിർന്ന ആൾക്കാർ, സംഘടനാപരമായ കുറച്ച് കാര്യം, അതേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണല്ലോ. അപ്പോൾ ചിലപ്പോൾ ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഗോവിന്ദന് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നൊരു മാറ്റം
ഉണ്ടായിക്കൂടാ അല്ലെങ്കിൽ ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം നിലവിലെ പാർട്ടിയുടെ സാഹചര്യം അനുസരിച്ച് ഇപ്പൊ അവരെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് കണ്ണൂരിലെ രാഷ്ട്രീയമാണ്, കണ്ണൂരിലെ പാർട്ടിക്കാരാണ്. അപ്പൊ അവിടുത്തെ അണികൾക്ക് പോലും ഇത്തരം വിവിധ നീക്കങ്ങൾ ഉണ്ടായി, അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു. അതേപോലെ തളിപ്പറമ്പിലെ ഇദ്ദേഹത്തിന്റെ തന്നെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നു. തളിപ്പറമ്പില് ധർമ്മടത്ത് ഇപ്പം മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തില്, അതുപോലെ ഇപ്പോ നമ്മുടെ പയ്യന്നൂര്, അങ്ങനെ അവിടെ ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ചില ബാങ്ക് രേഖകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഏരിയ കമ്മിറ്റി സെക്രട്ടറി കാശ് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതിനെ കുറിച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അടിത്തട്ട് ഇളകിയിരിക്കുക. കണ്ണൂര് പഴയതുപോലെയല്ല, കണ്ണൂര് വളരെയധികം പ്രശ്നങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അല്ല, ആ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തളിപ്പറമ്പിലോ മറ്റും പരാജയം നേരിടുകയാണെങ്കിൽ ഉറപ്പായും അങ്ങനെ ഒരു അവിശ്വാസം നേരിടുകയും. അല്ല, അങ്ങനെയില്ല. പയ്യന്നൂര് എന്നല്ല, കേരളത്തിലുടനീളം സംഘടനയിൽ ഉണ്ടായിട്ടുള്ള CPM എന്ന് പറയുന്ന പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള വിള്ളലുകൾ, പ്രശ്നങ്ങൾ എല്ലാ ജില്ലയിലും പ്രശ്നങ്ങളില്ലേ, എല്ലാം. അല്ല, അതിന്റെ അപ്പുറത്തേക്കും അവിടെ തോൽവി നേരിടുകയാണെങ്കിൽ ഉറപ്പായും താങ്കളുടെ ആ ഒരു തീരുമാനങ്ങളിൽ നിലപാടുകൾ തെറ്റിപ്പോയി. അപ്പോ ആ ഒരു നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ അപ്പൊ ഇനി കുറച്ചു നാളത്തേക്ക് താങ്കൾ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുക. അവിടെ എം സ്വരാജിനെ, അദ്ദേഹമാണല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത്, പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കാണുകയും അത് ഭംഗിയായി അദ്ദേഹം നടത്തുകയുണ്ടായി. അപ്പൊ ഇനി കുറച്ചുനാൾ അദ്ദേഹം ഇരിക്കട്ടെ എന്ന നിലപാടിലേക്ക് ചിലപ്പോൾ പാർട്ടി വന്നേക്കാം. അതിനും സാഹചര്യമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പാണ് സ്വരാജിന് കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു പഠിക്കാൻ പാർട്ടിയെ കുറിച്ച് അറിയാം, പക്ഷെ ഒരു എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകാം, ചിലപ്പോ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതെ മറുപടികൾ കൊടുക്കാൻ എങ്ങനെ കൊണ്ടുപോകാം, ബുദ്ധിപരമായി മറുപടി എങ്ങനെ കൊടുക്കാം, ഈ ഒരു അവസരത്തിൽ എങ്ങനെ പാർട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ LDFനെ സംബന്ധിച്ച് ഉള്ള ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി കൊടുക്കാം. ഗോവിന്ദൻ എന്ന് പറയുന്ന സെക്രട്ടറി ഇപ്പൊ അദ്ദേഹം ഇലക്ഷൻ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ എം സ്വരാജിനെ ചിലപ്പോൾ ഉടൻ തന്നെ ആക്കിയില്ലെങ്കിലും സംഘടനയുള്ള ചുമതലകളൊക്കെ കൊടുത്ത് ഭാവിയിൽ എം സ്വരാജിനെ പാർട്ടി സെക്രട്ടറി ആക്കാനുള്ള കാര്യം. പിണറായി വിജയൻ താല്പര്യമുള്ള ഒരു യുവ നേതാവ്, യുവാക്കളിലേക്ക് ഈ പറയുന്ന രീതിയിൽ സംഘടന കുറെ കൂടെ എത്തുന്നതിന് ചിലപ്പോൾ എന്തെങ്കിലും അജണ്ടകൾ ഉണ്ടെങ്കിലോ, കാര്യം ഭരണം നഷ്ടപ്പെടുന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. മുഖ്യമന്ത്രിക്ക് അങ്ങനെ റിപ്പോർട്ടുകൾ, അദ്ദേഹത്തിന്റെ പോലീസ് വകുപ്പിൽ നിന്ന് തന്നെ പല റിപ്പോർട്ടുകൾ ചെന്നിട്ടുണ്ട്. അതിന്റെ ഒരു അങ്കലാപ്പ് അദ്ദേഹത്തിന് കാണാനുണ്ട്. അതുമാത്രമല്ല, പഴയതുപോലെ മുഖ്യമന്ത്രിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വല്ലാതെ അലട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് ശേഷം ആര് എന്നൊരു ചോദ്യം കൂടി പാർട്ടിയിൽ ഉണ്ടാകുന്നുണ്ട്. കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് പല മുഖങ്ങളുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായിട്ട് വരുന്നവർ തന്നെ ഇപ്പൊ രമേശ് ഉണ്ട്, KC ഉണ്ട്, VD സതീശനുണ്ട്, തരൂരുണ്ട്, അങ്ങനെ എത്രയോ പേരുകളുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു പിണറായി വിജയന് ശേഷം രണ്ടാം നിരയിൽ ആരുണ്ട്? KK ശൈലജ എന്ന് പറയുന്ന നേതാവിനെ പൊക്കിക്കൊണ്ടുവരണം, അവരെ വനിതാ നേതാവിനെ കൊണ്ടുവരണം. അത് ഒരു വശത്തൂടെ പോകുന്നുണ്ട്. ഇത്തവണ P ജയരാജന് സീറ്റില്ല, MV ജയരാജന് സീറ്റില്ല, EP ജയരാജന് സീറ്റില്ല. അപ്പോൾ മറ്റൊരു മുഖം, ഇതിന്റെ എല്ലാം കാരണം എന്ന് പറഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറിയുടെ അഭാവമാണ് ഈ കാണുന്നതിൽ. അപ്പോൾ പാർട്ടിയെ എല്ലാ തരത്തിലും, സംഘടനയെ എല്ലാ തരത്തിലും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകത്തക്ക രീതിയിൽ ഒരു ബുദ്ധികേന്ദ്രം, കാര്യങ്ങളെ ഗൗരവത്തോടെ സമീപിക്കുന്ന ഒരു പുതിയ മുഖം, ഒരു ചെറുപ്പക്കാരൻ. ഇനിയിപ്പോ ഈ ഒരു പാർട്ടി സെക്രട്ടറി അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് സ്വരാജ് വരികയാണെങ്കിലും ഗോവിന്ദൻ മാസ്റ്ററിന്റെ അതിന് കഴിഞ്ഞിട്ടുള്ള സ്ഥാനം എന്തായിരിക്കാം? അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്വരാജ് ഇപ്പോ ഒഫീഷ്യലി ആ ഒരു സ്ഥാനത്തേക്ക് വന്നിട്ട് മാധ്യമങ്ങളെ കണ്ടിട്ടില്ലല്ലോ. പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഇനി എം സ്വരാജ് ആണ്. ഒരു സൂചന നൽകി പോയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ ഗോവിന്ദൻ മാസ്റ്റർക്ക് പകരം എം സ്വരാജ് വരുമ്പോൾ അപ്പോഴുള്ള ഒരു മാറ്റമാണ്. നോമിനേറ്റഡ് സെക്രട്ടറി എന്ന രീതിയിലേക്ക് ഉടൻ തന്നെ മാറിയില്ലെങ്കിലും എം സ്വരാജിന്റെ കൈകളിലേക്ക് പാർട്ടിയുടെ സെക്രട്ടറി പദവി അധികം താമസിയാതെ വന്നെത്തുമെന്ന് തന്നെ നമുക്ക് ധരിക്കാം. അതിലൂടെ നമുക്ക് മനസ്സിലാകാനുള്ളത്, പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് താല്പര്യമുള്ള ഒരാൾ തന്നെയാണ്. പിണറായി വിജയന് ശേഷം രണ്ടാം നിര നേതാക്കളിലേക്ക് CPMന്റെ കേരള ഘടകം പോകുന്നു. അങ്ങനൊരു മാറ്റം ഉണ്ടാകുന്നു. കാര്യം അങ്ങനൊരു മാറ്റം അനിവാര്യമാണ്, കാലത്തിന്റെ ആവശ്യകതയാണ്. ഈ പാർട്ടിയുടെ നിയന്ത്രണം പിണറായി അല്ലാതെ മറ്റൊരു മുഖത്തിലേക്ക് പോകേണ്ടത് ഈ പാർട്ടിയുടെ നിലനിന്ന് പോകുന്നതിന്റെ ഒരു ആവശ്യം കൂടെ കണ്ടുകൊണ്ടായിരിക്കും.